നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത, സാന്ദ്ര എന്നല്ല ഒരു മെമ്പറേയും ഒരു സംഘടനയിൽ നിന്നും പുറത്താക്കുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. ചേംബർ ജനറൽ സെക്രട്ടറിയോട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ചെയ്ത അച്ചടക്ക ലംഘനം എന്താണ്? അതിപ്പോ എന്താ വെച്ചാല് ചളമായെന്നാ തോന്നുന്നത്. ശത്രുക്കളോട് പോലും ഇത് ചെയ്യരുതാ ദ്രോഹി. ബി ഉണ്ണികൃഷ്ണൻ പടങ്ങൾ നിരന്തരം പൊട്ടുന്നുണ്ടല്ലോ. ബി ഉണ്ണികൃഷ്ണൻ പടത്തിന് വല്ല കുറവുണ്ടോ? ഉണ്ടോ? ഇല്ല. അതാണ് പിന്നെ എങ്ങനെയാണ് പുള്ളി പടം ചെയ്യുന്നത്? ആൾക്കാർ കേൾക്കണമെന്ന്. ഈ ചാടിപ്പടം കാണാൻ ആൾ വരരുത്. നിങ്ങളൊന്ന് സിനിമ കാണാൻ നിൽക്കും, നിങ്ങളിൽ പോട്, വെറുതെ കാശ് കളയണ്ട. നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ, ഒരു നിർമ്മാതാവായ ആള് എങ്ങനെയാണ് തൊഴിലാളി വർഗത്തിന് വേണ്ടി അല്ലെ തൊഴിലാളി സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇത്രയും നാളായി ഇരിക്കാൻ പറ്റുന്നത്? ലിസ്റ്റിൻ സ്റ്റീഫൻ എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായത്? ഇത് തന്നെ ഇങ്ങനത്തെ അന്യായങ്ങൾ കണ്ട് മടുത്തിട്ടാണ് ലിസ്റ്റിൻ അതിലേക്ക് വരുന്നത്. വന്ന് ഇപ്പൊ ലിസ്റ്റിനും അതിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അകത്തോട്ട് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ ഇനി മലയാള സിനിമ ചെയ്യാൻ സമ്മതിക്കില്ല. ആ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. എടാ, ഇവിടുത്തെ ഒഴിയാബാധ ആരാണ്? ഞാനല്ലേ? അതെ. ഈ ഒഴിയാബാധനെ ഒഴിപ്പിക്കാൻ അവളെ എന്നെ തന്നെ ഏൽപ്പിച്ചേക്കണത്. ഞാനാര്? അവളെ ഞാൻ പഠിപ്പിക്കൂടാ. ഞാനാരെ മോട്ടം നമുക്ക് അറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി മലയാള സിനിമ ഞാൻ ചെയ്യില്ല, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് ചേംബറിന്റെ ഹാളിൽ വെച്ച് ഇവരെല്ലാവരും ഇരിക്കുന്ന. അയാള് കാര്യമില്ലാത്ത ഏതോ കാര്യത്തിന് ഞങ്ങളോട് പക വീട്ടാൻ ഇറങ്ങിയിരിക്കാം. ആദ്യം പുള്ളി ചെയ്തത് എന്റെ നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിന്റെ വർക്ക് നിർത്തിച്ചു വെച്ചു. ഫെഫ്കയുടെ മെമ്പേഴ്സ് ആയ ആൾക്കാരെ വിളിച്ചെടുത്ത് ഇതിന്റെ എഡിറ്റിംഗ് നടത്തരുത്, ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് പുള്ളി നിർത്തിച്ചു വെച്ചു. ഇത് അവള് തന്നെയാ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയതായിരിക്കും. എന്തിന്? നമ്മൾ അവൾക്ക് യാതൊരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ. നമ്മളല്ല സാറ്. സാന്ദ്രയെ പോലെ ഒന്നാമത് വനിതാ പ്രൊഡ്യൂസേഴ്സ് വളരെ കുറവാണ്, നന്നേ കുറവാണ് മലയാള സിനിമയിൽ. അതുപോലെ ഒരാളെ മീറ്റിംഗിലേക്ക് വിളിച്ചു വരുത്തി ഉടുപ്പിന്റെ കുടുക്കിലേക്ക് നോക്കി ചിരിക്കാൻ മാത്രം ഹൗ ഡെയർ എന്ന്. This is wrong. I'm very clear about it. This is wrong. അവര് കുടുക്കിലേക്ക് നോക്കി ചിരിക്കുകയല്ല, അതിന്റെ ഉള്ളിലേക്ക് നോക്കി എനിക്ക് ഇതിന്റെ കളർ ഡിസ്കസ് ചെയ്യാണല്ലോ അവിടെ ഇരുന്നോണ്ട് ചെയ്തതെന്നുള്ളതാണ്. അത് കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാൻ ഇതിനായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് സിനിമാ സംബന്ധമായ ഒരു സീരിയസ് ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് ഒരു 10-16 ആണുങ്ങൾ ഇരുന്നോണ്ട് ഇങ്ങനെ ടീസ് ചെയ്യാന്ന് പറയുമ്പോ അത് നമുക്ക് അതും നമ്മുടെ സുഹൃത്തുക്കളായ വ്യക്തികളാണ്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പതിനെ. ഞാൻ അവിടെ ഇട്ടോണ്ട് പോയത് ഈ സെയിം ഡ്രസ്സാണ്. ഈ സെയിം അത് നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി. പക്ഷെ ഒരുപാട് പേരെ ഇവർക്കെതിരെ തിരിച്ചു പറയുന്ന എല്ലാവരും ഇവര് പുറത്താക്കിയിട്ടുണ്ട്. നശിപ്പിക്കും. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിക്ക് കുത്തും, അതോടെ ഒടുക്കം. ഒരു വേദിയിൽ അവർ നേരിട്ട അനുഭവം പറയുകയാണ്. അവരിട്ട ഉടുപ്പിന്റെ ബട്ടൺ നോക്കി എന്താണ് അശ്ലീൽ ചിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം പുരുഷന്മാരെ അവർ പറയുകയാണ്. ഒരു സംഘടനയാണ്. ഒരു ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി എന്നുള്ളത് എനിക്കൊരു നാണം തോന്നുന്നുണ്ടോ? പക്ഷേ സാന്ദ്ര വളരെ നിസ്സാര കാര്യങ്ങളെ പർവ്വതീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിസ്സാര കാര്യമാവുക പറഞ്ഞു. എന്റെ അമ്മയെ നാട്ടിച്ച് ഇന്നെന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും. അല്ല സജി നന്ദിയായിട്ട് ഇവിടെ എന്റെ സിനിമ പൊളിഞ്ഞു കാട്ടിക്കയറാൻ പോകുന്നു. അത് പൊളിയാൻ കാരണം നിങ്ങളെല്ലാം കൂടിയാണ് ചെയ്യുന്നത്. എനിക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് പോകുന്നത് അല്ലേ? അങ്ങനെ പരിഹാരം ഒന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും വസ്ത്രം നോക്കുകയാണ്, സെക്സ് ജോക്ക് പറയുകയാണ്. അത് സാന്ദ്ര മെസ്സേജ് കൂടി അറിയുകയാണ്. അതെങ്ങനെയാണ് ചെറിയ കാര്യമാവുന്നത്? ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. ആദ്യമായി ഒരു സ്ത്രീയെ കാണുകയല്ല, അവിടെ വന്നിരുന്നപ്പോൾ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആൾക്കാർ വളരെ മോശക്കാരായിരുന്നെങ്കിൽ പറയട്ടെ, ആദ്യമായി കാണുന്ന പെൺകുട്ടിയാണെങ്കിലോ പറയട്ടെ. ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. ഞാൻ പറയട്ടെ, അവിടെ വരുമ്പോൾ ഇവരത്ര മോശക്കാരായ, അത്ര വൈകൃത മനസ്സിന് ഉടമകളായിരുന്നെങ്കിൽ സാന്ദ്രയുടെ ശരീരഭാഗം ആസ്വദിച്ചേനെ. അവരെന്താ ചെയ്തേ? അവിടെ വെച്ച് സാന്ദ്രയോട് പറയാൻ വേണ്ടി അവർക്ക് നാണമായിരുന്നു. അപ്പോൾ അവർ നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ലല്ലേ? ആഷ്മി പറയാൻ അനുവദിക്കേ. ഇത് പൊതുസമൂഹം ഏത് വസ്ത്രം ഇടാവുന്നുള്ളത് സാന്ദ്രയുടെ തീരുമാനം. എത്ര സാന്ദ്രയുടെ തീരുമാനം.
ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ സമഭാവനയോട് പെരുമാറാനാണ് ബിന്ദു നൈനാൻ ശ്രമിച്ചിട്ടുള്ളത്. സർ ഓർഡർ പ്ലീസ്. ആള് മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെയാ ഓടുന്നത്? സർ ഓർഡർ. ഞാൻ എല്ലാം ചെയ്തുകൊണ്ട് വന്ന എന്റെ സിനിമയായിരുന്നു അത് ഒരു സുപ്രഭാതത്തിൽ ആൻഡോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി വരുന്നു, ആ സിനിമ അടിച്ചുകൊണ്ട് പോകുന്നു. പണ്ട് നമ്മളെ അവൻ ചൂഷണം ചെയ്തു, ഇന്ന് നമ്മൾ അവനെ ചൂഷണം ചെയ്യണം. അതാണ് രാജ്യസ്നേഹം. ഓ, ഇതാണോ രാജ്യസ്നേഹം? സജീവന്തിയായിട്ട് എന്തോ പറയുന്നേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അവര് പറയുന്നേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? ജനത്തിന് മനസ്സിലായല്ലോ. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ കുറെ പുരാവസ്തു ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറി മേടിച്ചാ നടാ ഞാൻ. അഡ്മിറ്റ് ചെയ്യല്ലേ അവിടെ അത് സംഭവിച്ചു എന്നുള്ളത് സഹിച്ചേട്ടൻ തന്നെ അവര് പറയുന്നുണ്ടല്ലോ. പുളിശ്ശേരി പറഞ്ഞോളൂ. മൂത്രമൊഴിച്ചിട്ട് സംസാരിച്ചതെന്നും അവര് വളരെ മോശമായിട്ടാണ് എന്നെ കുറിച്ച് കമന്റ് ചെയ്തതെന്നും സഹിച്ചേട്ടനോട് ഞാൻ അന്ന് തന്നെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഏമ കമ്പനി റിപ്പോർട്ടിൽ സംഘടനയെ വിളിക്കുകയോ സംഘടനയുടെ ആൾക്കാരെ വിളിക്കുകയോ അഭിപ്രായം ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം കുമാർ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴല്ലേ പറയട്ടെ. ആണോ? എല്ലാം കൂടെ ആക്കിയോ? കുളമാക്കിയതല്ല, ആയിപ്പോയി. സാന്ദ്രയോട് ഞങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയാണ്. എന്റെ വീട്ടിലൊരു പ്രശ്നം സാന്ദ്ര ഓടി വരും. സാന്ദ്രയോട് ഇപ്പോഴും സാന്ദ്ര ഏത് പ്രശ്നത്തിലും നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? സഹിച്ചേട്ടൻ ഇത് തന്നെ മറ്റു വനിതാ പ്രൊഡ്യൂസറെ വിളിച്ച് ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സഹോദരിയെ തീർച്ചയായിട്ടും. ഇതേ സഹിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാന്ദ്രയെ കാണുന്ന പോലെയല്ല ഞങ്ങൾ അവരെ കാണുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? നമുക്ക് പേഴ്സണലി അടുപ്പം കൂടുതലാ. നാണം ഉണ്ടോ നിനക്ക്? നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പെരുപ്പിക്കണേ? സഹിച്ചേട്ടൻ ചേംബറിന്റെ ജനറൽ ബോഡിയിൽ ഒരു പ്രസ് മീറ്റ് നടത്തിയതിൽ സഹിച്ചേട്ടൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ തറവാടികളായിട്ടുള്ള ആൾക്കാരാണ്. എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കണേ? എന്റെ കൺട്രോൾ പോണ്ടിട്ടോ. അതായത് ഇവിടെ ഇരിക്കുന്നവരെല്ലാം നന്മ മരങ്ങളും കൊണ്ടേ കംപ്ലൈന്റ് കൊടുത്തവരെല്ലാം മോശക്കാരും എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ആ പ്രസ് മീറ്റിനിടയിൽ വെച്ച് തന്നെ ഞാൻ സഹിച്ചേട്ടനോട് പറഞ്ഞു, സഹിച്ചേട്ടാ തെറ്റാണ്, പറയരുത്. അരമണിക്കൂർ കഴിഞ്ഞപ്പോ മാമൻ ക്ലോസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അനീതി കണ്ടാൽ നമ്മൾ പ്രതികരിക്കുകയും എന്നാൽ വളരെ തെറ്റാണെങ്കിൽ തെറ്റ് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. നീ എന്തിനു വിചാരിച്ച് ഞാൻ പെട്ടി മടം മുടക്കി കാശിക്കുവെന്ന് വിചാരിച്ച? തല്ല നിനക്ക് തെറ്റടേ. താമ്പടി താമ്പടി സമത്തെ ഉന്നതല കല 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 താമ്പടി താമ്പടി സമത്തെ ഉന്നതല കല 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 കല